ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു ബീറ്റ്റൂട്ട് പിക്കിൾ നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് ഒരു ബീറ്റ്റൂട്ടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള റെഡ് കളറോട് കൂടിയിട്ടുള്ള ബീറ്റ്റൂട്ടാണ് വേണ്ടത്. ആദ്യം നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പകുതി ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ് ബീറ്റ്റൂട്ട് പിക്കിൾ തയ്യാറാക്കുന്നത്. അതിനുശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. വല്ലാണ്ട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. ഒരു 12 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ചെറിയ ഡേറ്റ്സ് ആയതുകൊണ്ടാണ് 12 എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനാണ് സ്റ്റവിൽ വെക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഒരു 3-4 മണി ഉലുവ ചേർത്ത് പൊട്ടി കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർക്കുന്നത്. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഡേറ്റ്സ് അരച്ചതാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. അതും ചേർത്ത ശേഷം നല്ലെണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സ്ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ക്യാരറ്റും അതുപോലെ തന്നെ ഡേറ്റ്സ് ഒക്കെ വെന്ത് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അങ്ങനെ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം പിന്നെ ചേർക്കുന്നത് LG കായാണ്. 2-3 ഡ്രോപ്പ് ചേർക്കാം. അതിനുശേഷം പിന്നെ ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ്. 3-4 ടേബിൾ സ്പൂൺ ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പിക്കിളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.